നമ്മൾ അമേരിക്കയിൽ മാത്രം കണ്ടുകൊടുന്ന സാധനമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് റഷ്യൻ മെട്രോൻ്റെ ഉൾവശമാണ്. വ്യത്യസ്തങ്ങളായ വ്യൂവിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെയായി, ഞാൻ പുറത്ത് പോകാൻ വേണ്ടി വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലൊക്കേഷൻ, ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അവൻ ആക്ച്വലി അവൻ്റെ പേരൊന്നും പറയേണ്ടതുണ്ട്, അവൻ്റെ പേര് പറയുന്നില്ല. അവൻ്റെ വീട്ടിലാണ് താമസം. ശരിക്കും പറഞ്ഞാൽ ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയി ഇന്ന് രാത്രി എനിക്ക് കിട്ടിയത്. ഇപ്പം കണ്ടോ, നല്ല വെയിലാണ്, പക്ഷെ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നല്ല വെയിലും നല്ല മഴയും. എന്ത് വൈബാന്നറിയോ റഷ്യ എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് റഷ്യ. സീരിയസ്ലി. കാരണം ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചത് കുറേ കരടുകളും കുറേ കാടും കുണ്ടും കുഴിയിലെ റോഡുകളും ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത രാജ്യം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. കാരണം എന്നോട് പറഞ്ഞ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കൾച്ചർ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നമുക്ക് തരുന്ന റെസ്പെക്റ്റ്. ഞാൻ ഈ ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ട് ഈ കറുത്ത മോന്തിയും അല്ലെങ്കിൽ ഷേവ് ചെയ്യാത്ത മുടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻസ് ചുറ്റി പറഞ്ഞ അങ്ങനെയാണല്ലോ നമ്മൾ കോലിങ്ങിനാണല്ലോ. നമുക്ക് ഇത്ര റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കൺട്രി. അത് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അത് ഞാൻ യൂറോപ്പിലാണെങ്കിൽ യു കെയിലാണെങ്കിലും എവിടെയാണ് യു എസിലാണെങ്കിൽ എവിടെയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യും. ബൈക്കേഴ്സ് ആണെങ്കിലും അവർ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, നമ്മുടെ കൂട്ടി കറങ്ങുന്നു. ഇന്ന് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ഫീമെയിൽ റൈഡർ, അവൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നാളെ ഞങ്ങളോട് റൈഡുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നല്ലൊരു റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പെക്റ്റ് കിട്ടുമെന്നൊരു അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ 2 ദിവസത്തേക്ക് മോസ്കോയിൽ നിൽക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ പതാക കാണുമ്പോൾ റെസ്പെക്റ്റ് കേട്ടോ. ഇത് പറഞ്ഞ പെരുമഴയാണല്ലോ, പെരുമഴ കേട്ടോ, പെരുമഴ. അയ്യോ എന്താ നോക്കിയാ മഴ, സൂപ്പർ കേട്ടോ. ഇത്ര നേരം നട്ടപ്പൊരു വെയിലാണ്, എന്നിട്ട് ഇപ്പം മഴയും. സമയം എല്ലാ സ്ഥലത്തും മഴ ഉണ്ടാവില്ല, ചില സ്ഥലത്ത് മാത്രമേ ഉണ്ട്. ലോങ് നമുക്ക് നല്ല വെയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവര് ഏത് പൊട്ടണം മഴയത്ത് വണ്ടി ഓടിക്കുന്നത്. കേരളത്തിൽ ജീവിച്ച നമുക്കെന്ത് മഴ വന്നിന്, അതാണല്ലോ സത്യം. നാട്ടിൽ ജീവിക്കുന്ന നമുക്കെന്ത് മഴ, നമുക്കെന്ത് വെയില്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മഴയായിരിക്കും. പെരുമഴയും കൊണ്ടിട്ടല്ലേ നമ്മൾ നടക്കുന്നത്. ഇനി ഇവിടുത്തെ സ്ട്രീറ്റിലുണ്ടോ നിങ്ങൾ നോക്കിയാൽ എന്ത് വൃത്തിയാണ് നോക്കിയാൽ. ഈ റഷ്യൻസിന് ഏറ്റവും വലിയ പ്രത്യേകത ഡ്രൈവിംഗ് കൾച്ചർ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു, ആരും അങ്ങനെ കുത്തിക്കയറുന്ന പിടിക്കുന്നില്ല. നമ്മളിപ്പം ജോർജിയ ആണെങ്കിലും അർമേനിയ ആണെങ്കിലും ഒരു വല്ലാത്തൊരു വൃത്തിയായിട്ട് ഡ്രൈവിംഗ് കൾച്ചറാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല സ്റ്റാൻഡേർഡാണ്. ഒരു മീഡിയം സ്പീഡിൽ പോവുക, ലൈന് ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഞാൻ ഇതുവഴി 4ാമത്തെ പ്രാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റോഡൊക്കെ എനിക്ക് പരിചയമായി. ഇവിടെ സ്ട്രെയിറ്റ് റോഡ് ഉണ്ടാവും, ഫുൾ എംറ്റി ആയിരിക്കും. കത്തിച്ച് വിടാൻ പറ്റിയ റോഡാ കണ്ട. സ്ട്രെയിറ്റ് റോഡ് ഫുൾ എംറ്റി. അത് ഇന്ത്യയിൽ എൻ്റെ അറിവിൽ ഒരാളെടുത്തേ ഉള്ളൂ, നമ്മുടെ സ്വരഞ്ജിത്ത് പാജി. ഓ ഡി ക്യു ആണല്ലോ. റഷ്യൻ അല്ല കേട്ടോ, നമ്പർ 6 പ്ലേറ്റ്. എഫ് ഫ്രാൻസാ. ഞാനിപ്പോൾ പോകണം ഇവിടെ മെട്രോയും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ലോക്കൽ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. കാരണം എനിക്കൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഹൈ ഗൈഡിൻ്റെ പേര് പറ. ഗൈഡൊന്നല്ല കേട്ടോ, നമ്മൾ ഫോളോവറാണ്. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരത്തി മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറഞ്ഞു ഇന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഒരു ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ ബിരിയാണി തരാം എന്ന് പറഞ്ഞതിലുപരി ഇന്ന് സ്ഥലം കാണിച്ചു തരാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തി ഇന്ന് ലീവാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് എവിടെ കാണിക്കുന്നത്? കുറേ സ്ഥലങ്ങൾ പോകാനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാതെ പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ നിങ്ങളെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് കേട്ടോ.
പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഗാർബേജ് ക്യാബിൻസ് ഉണ്ട്. ഒന്നിവിടെയുണ്ട്, ഒന്നിവിടെയുണ്ട്, ഒന്നിവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പല സ്ഥലങ്ങളിലാണെങ്കിലും കച്ചറകൾ പബ്ലിക്കിൽ ഇടുന്നത് ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിൻസ് ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആണോ? ആ ഒരുപാട് പോലീസ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലത്ത് കളറാട്ടോ. അവിടെ ഒരു നല്ല ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ പഴയ കാലത്തുള്ളതുണ്ടല്ലോ. ഇത് പുഷ്കിൻ്റെ പ്രതിമ, അതായത് റൈറ്റർ ഇല്ലേ ശരിക്കും പോയം എന്താ പറയണ്ടേ, പിന്നെ വലിയ വലിയ സാഹിത്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള പുള്ളിയുടെ സ്റ്റാച്യുവിൻ്റെ. ഓ ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അവിടെയല്ലേ വീടുള്ളത്? അതെ അതെ അതെ, എൻ്റെ വീട് ഇവിടെയാ. അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ്. രാത്രി നടക്കുന്ന സ്ട്രീറ്റ് ഇത്. അടിപൊളി. ഇതാണ് പുഷ്കിൻ്റെ പ്രതിമ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ്, അയൽരാജ്യക്കാരാണ്, കറങ്ങി നടക്കുന്ന രീതിയിൽ കൂടി. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൈനീസ് ആണുള്ളത്. ചൈനീസ് എപ്പോഴും വരും, പിന്നെ ഇന്ത്യൻസ് അധികം ഇല്ല. ചൈനയുടെയും റഷ്യൻ്റെയും പ്രധാനമന്ത്രി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ പറയുമ്പോൾ തന്നെ. അത് ചൈന പ്രധാനമന്ത്രിൻ്റെയും റഷ്യൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഈ സ്ട്രീറ്റൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാൻ, എനിക്ക് കുഞ്ഞു വ്ളോഗ് ഉണ്ട്. യൂട്യൂബർ ആണ്. ഓക്കെ, അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, വെറുതെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണല്ലോ. ഓ സുവനീഴ്സിൻ്റെ ഷോപ്പാണ്. എനിക്ക് എന്തായാലും റഷ്യൻ സുവനീഴ്സ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ മോസ്കോവിൻ്റെ സുവനീഴ്സ് എന്തായാലും എനിക്ക് വാങ്ങണം. 3 750 ഉള്ളൂ. അപ്പോൾ ഒരു 3 സെലക്ട് ചെയ്യുന്ന ഇതിൽ ഇറങ്ങുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ പേരെന്താ? ഇതിന് വേറൊന്ന് പേര് പറയില്ലേ? ഇല്ല, ഇത് മത്രൂഷ്ക ട്രഡീഷണൽ ആയിട്ടുള്ള. ഇതിനുള്ളിൽ കുറേ ഉണ്ടാവുന്നല്ലേ? 7 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇതൊരു സ്റ്റോറി ഒക്കെ ഉള്ളതല്ലേ ശരിക്കും? 11 ഉണ്ടാവും, 7 എണ്ണം ഉണ്ടാവും. ഇത് വുഡിൽ തീർത്തതുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയണ്ടേ, ബാബുഷ്കന്മാര് അല്ലേ പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള. ആ ഓക്കെ 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 ഓക്കെ. ആ അതെ, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇതാണ് റഷ്യൻ്റെ മെയിൻ സുവനീഴ്സ് എന്ന് പറയുന്നത്. എന്നോട് ഫോട്ടോ ഒക്കെ ചോദിച്ചാണ്. അപ്പോൾ എനിക്ക് തല വെക്കാൻ പോകാൻ വാ. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് വാളാണ്. ഇവിടെ നമുക്ക് പഴയ കാലത്ത് റഷ്യയുടെ ഫിലിം പോസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒട്ടിച്ചുകൊണ്ടുവന്നൊരു മതിലാണ്. പിന്നെ ഇവിടെ ബ്രഷ് പെയിൻറ്റിങ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റിങ്സ് കാണുന്നുണ്ട്. പുതിയ തലമുറ ഇതിനെ വേറൊരു കോലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. യെസ്, നോക്കിയാൽ ആ ഒരു സിംഗറുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സിംഗറുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ചുമലിൽ കണ്ടോ, ഈ ചുമലിൽ ഒരുപാട് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് മുഴുവനായിട്ട്. നോക്കി അവരുടെയൊക്കെ പേര് ലവ്, നമ്മുടെ നാട്ടിൽ പാത്തു ലവ്, സുമേഷ് എന്നൊക്കെ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് മരിച്ച ആൾക്കാർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് എന്താണെന്നറിയില്ല. ഒരു അമ്പലം പോലെ അങ്ങനെ എന്തോ ഒരു ഫീൽ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഫോട്ടോസ് കൊടുത്തിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ് കാര്യങ്ങളെ. സോറി, ഈ സ്റ്റാച്യു ഉണ്ട്. ഇത് പഴയ കാലത്ത് ഇവിടെ രാജാക്കന്മാരുടെ, അപ്പോൾ അവരുടെ ദർബാറിലൊക്കെ എന്തുണ്ടാവും, ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ, സ്ത്രീകളുണ്ടാവും. അപ്പം അവരുടെ ഒരു സ്റ്റാച്യു ആട്ടോ ഇവിടെ കാണുന്നത്. ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്, മാർബിളാണ്. എല്ലാം നല്ല രീതിയിൽ ഇവർ കൊണ്ടുനടക്കുന്നത്, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ നല്ല ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മെല്ലുള്ളത്. നല്ല കണ്ടറിയും ഇവിടെ വന്ന ആൾക്കാർ വന്നിരുന്നിട്ട് ഒരു ബൂത്തൊക്കെ വരച്ചത്. ശരിക്കും ഒരു നമ്മൾ വെച്ച് വരച്ചില്ലേ, എത്ര വന്നു കഴിഞ്ഞാലും ഈ ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, മനുഷ്യന്മാർ വരയ്ക്കുന്നതിന്. ഇത് നമ്മൾ അമേരിക്കയിൽ മാത്രം കണ്ടുകൊടുന്ന സാധനമാണ്. അതിന് മുമ്പേ ചാടിയാലോ? എന്നിട്ട് തെറി പറയോ? വേണ്ട, പാവം പൊക്കോട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഫുഡാണ് കൊടുക്കുന്നത്. ഫുഡ് കൊണ്ടുവന്ന സാധനമാണ്. ഓക്കെ, ഇതെല്ലാം ഈ അതായത് നമ്മുടെ പ്രദേശത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും, റൂമിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ച് സെൻസറാണ് 360 ഡിഗ്രിയിൽ. അടിപൊളി. ഒരു സ്റ്റെപ്പ് കയറാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ടയേഴ്സ് ഉണ്ടോ? ടയറൊക്കെ തേഞ്ഞ് മൊട്ടയായല്ലോ. നല്ല ഓട്ടം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഡെലിവറി ബോയ്സ് ഉണ്ട്. ഇതിനെ കൊണ്ട് അവർക്ക് പിന്നെ പരീക്ഷണാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അല്ല, ഡെലിവറി ബോയ്സ് ഇല്ലാതെ ഇവർക്ക് ഇതിനെ കൊണ്ട് എന്താ മെച്ചം വരുന്നത്? കാരണം ഇവനും പണിയുണ്ട്, ഇവിടെ ഇവനും പണിയുണ്ട്. അടിപൊളി. വാ, നമുക്ക് കണ്ണിന് വളർമ്മില്ല കാഴ്ചകളും കണ്ട് നടക്കാലോ. മ്യൂസിക് തുടങ്ങി. ഞാനിങ്ങനെ നോക്കല ഇതെന്താ ഇല്ലാത്തത്. സമാവർ എന്താ ഇത്? കുക്കറാ? സിറ്റി ബസ്സിൻ്റെ സൈറ്റ് സീയിങ്ങിൻ്റെ
ആക്ച്വലി സുവനീർ ഷോപ്പാണ്, സമ്മർ ഇൻ മോസ്കോ. ഇതൊരു കുക്കറിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. സമാവാറ്. അപ്പോൾ സമ്മർ ഇൻ മോസ്കോ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് അതെ ചായൻ്റെ ചെക്ക് അതന്നെ, ചൂട് ചായൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, നമ്മളിനി കാണാൻ പോകുന്നത് ഈ മെട്രോ സ്റ്റേഷൻ ഉൾവശമാണ്. റഷ്യയിൽ വളരെ ഫേമസ് മെട്രോ ആണ്. പേരെന്താ? അർബാസ്കിയ മെട്രോ. അതെൻ്റെ വായിൽ വരാത്തുണ്ട് കേട്ടോ, പുള്ളിക്കാരനെ കൂടി പറയിപ്പിച്ച്. പിന്നെ അവിടെ നമുക്ക് മെട്രോയിൽ ക്യാമറ അലൗഡാണ്. ആ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മണമുണ്ട്. വെള്ളത്തിൻ്റെ മെഷീൻസ് ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചു. വാ ഒന്ന് പഠിച്ചു. ഇതാണ് മെട്രോയുടെ എൻട്രൻസ്. നമുക്ക് ഇതിൽ കയറാൻ വേണ്ടി മെട്രോ കാർഡ് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഗ്രീനായി, ക്ലോസായി, കൈ പോയി. ബാങ്കിൻ്റെ കാർഡ് ഞാൻ ഹൈഡാക്കിയത് പിന്നെ നമ്പറൊക്കെ കേട്ടോ. അയ്യോ ബാലൻസ് ഇല്ലേ? എന്താ റെഡ് വന്നു. അപ്പോൾ ഒരാൾക്കൊരു കാർഡിൽ എത്ര വേണം കയറാൻ പറ്റും? ഓ അടിപൊളി. ഇതാണ് സ്റ്റേഷൻ. അത് ആഴമൊന്നുമില്ല അല്ലേ? അല്ല, നമ്മള് ഏറ്റവും ആഴം കുറഞ്ഞതിനകത്ത് വന്നാ നമ്മളിനി ആഴം ഉള്ളത് കാണാൻ പോവാ. ആണോ? ഇത് നമ്മൾ ഓടിക്കോ. സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ് ഉണ്ടോ? നോക്കിയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് റഷ്യൻ മെട്രോൻ്റെ ഉൾവശമാണ്. അയ്യോ സൂപ്പർ ഗൈസ്. റഷ്യൻ മെട്രോയിലുള്ളത് ഒരു മലയാളിയുടെ നാട്ടിൽ വീട് എവിടെയാ? കോട്ടയത്ത് എവിടെയാ? പുതുപ്പള്ളി. ഓ പുതുപ്പള്ളിക്കാരി ഉണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ റഷ്യൻ മെട്രോയിൽ നമ്മളൊരു മലയാളിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു മലയാളിനെ മാത്രം ഇവിടെ കിട്ടിയിട്ടില്ല, അതാണ് രസം തോന്നുന്നത് കേട്ടോ. ഇത് എത്ര സ്റ്റേഷൻസ് ഉണ്ട്? അപ്പോൾ അതാണ് മാപ്പ്. പക്ഷെ മൊത്തം കൂടെ കൂട്ടിയിട്ട് ഇതാണ് മാപ്പ്. ഒരു 500,000 ഉണ്ടോ? ഒരു മൊത്തം കൂടെ കൂട്ടി 784 അങ്ങനെ കണ്ട സമയം. 784 സ്റ്റോപ്പുകൾ. 4 എയർപോർട്ടിലേക്ക് പോകുന്ന ലൈൻ ഉണ്ട്. 4 എയർപോർട്ടിലേക്ക് പോകാൻ. അതായത് ഡബിൾ ഡെക്കർ ട്രെയിൻ 4 എയർപോർട്ടിലേക്ക്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇതെങ്ങനെ ഒരു കൺട്രോൾ ചെയ്ത് നമ്മൾ ഇന്ത്യൻ റെയിൽവേൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ റഷ്യൻ മെട്രോആണ് ഇവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം 700ഓളം സ്റ്റേഷനുകൾ, അതിനനുസരിച്ച് ട്രെയിനുകൾ 24 hours. ഇത് കണ്ടോ മെട്രോ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടോ? ഓരോ പാളങ്ങളിലെ വളവുകളനുസരിച്ചിട്ട് മെട്രോ കാണാം. പക്ഷെ നേരെയാകാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോൾ ഇടത്തോട്ടേക്ക് വളഞ്ഞു, ലാസ്റ്റ് വരെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, പാമ്പ് കുഴഞ്ഞു പോകുന്ന പോലെ പോകുന്നുണ്ട് മെട്രോ. ഇതിലിപ്പോൾ ഇറങ്ങി നെക്സ്റ്റ് സ്റ്റേഷനാണ്. ഇതൊക്കെ പഴയ കാലത്തുള്ള സ്റ്റേഷനാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ശരി, സോവിയറ്റ് യൂണിയൻ്റെമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് ഒരുപാട് അല്ല, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഉണ്ടായ പല രാജ്യങ്ങളിലുള്ള സ്റ്റേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ പ്രധാന സിറ്റി എന്ന് പറയുന്നത് മോസ്കോ, പ്രധാന രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. അപ്പോൾ ഇവിടെ ഇവർ എത്ര സെറ്റപ്പ് ഉണ്ടാവും? ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കൊക്കെ പോണത്. പിന്നെയും താഴേക്കാണ് പോണത്. ഓരോ ലൈനും ഓരോ താഴെ വരുന്നത്. അങ്ങനൊന്നുമില്ല, ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് മണ്ടയിലേക്ക് പോകും, ചില സമയത്ത് ധരിക്കും. മൊത്തം കൂടെ കുത്തി 4-5 ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതിന് മുകളിലേക്ക് ട്രെയിൻ വന്നിട്ടോ. നമ്മളതിന് താഴേക്കൂടെ നടന്നിട്ട് പോകും. നമ്മൾ യു എയിൽ നമ്മുടെ ബുർജുമാലിലൊക്കെ കാണുന്നില്ല, അതേ സെറ്റപ്പ് തന്നെ കേട്ടോ. മെട്രോന് പുറത്തിറങ്ങി ഇത് പാർക്കിലേക്കാണ് പോണത്. അങ്ങനെ ആദ്യമായിട്ട് റഷ്യയിൽ വന്നിട്ട് ഇതിൻ്റെ അതിൻ്റെ ബാക്കിലുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കയറേണ്ട സ്ഥലമാണ് അത്. മനസ്സിലായോ? ആ ഒരു കാര്യം അതാണ് ഇവിടെ. ഓക്കെ, ഈ എൻട്രൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മ്യൂസിയത്തിനുള്ളിലേക്ക് പോവാം. ഓക്കെ, അതിന്റെ മൊത്തം കൂടെ കൂട്ടിയിട്ട് 4 എൻട്രൻസ് ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 എൻട്രൻസിന്റെയും ഡോർ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ വ്യൂവിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മ്യൂസിയത്തിനുള്ളിലേക്ക്. പിന്നെ ആദ്യമായിട്ട് റഷ്യയിൽ വന്നിട്ട് ഞാൻ കുറച്ച് കച്ചറ ഉണ്ട് നിലത്തും. ആദ്യമായിട്ട് കച്ചറ നിലത്ത് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നിലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവിടെ ഇതില്ലേടോ, വേസ്റ്റ് ബോക്സ് ഇല്ലേ? പിന്നെന്താ? അല്ല, താഴേല് പിന്നെ ഇത്രയും ജനങ്ങളില്ലേ? ഇത് നല്ല വെള്ളം. ആ, പക്ഷേങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കുന്ന വെള്ളമില്ലേ ടോയ്ലറ്റിലൊക്കെ. ഓക്കെ, അതുകൊണ്ട് ആൾക്കാർക്ക് അതിൽ കയറിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ പറ്റും. നിയമപരമായിട്ട് പ്രശ്നമൊന്നുമില്ല. ചൂട് കാലത്ത് മാത്രം. ചൂടുകാലത്ത് മാത്രമേ ഉള്ളൂ ഈ വെള്ളവും ഈ പുല്ലും ഉള്ളൂ.
ഓക്കെ. ഈ വെള്ളവും പുല്ലും ഒന്നും ഇല്ല. ഒന്നുമില്ല, ഫുൾ മഞ്ഞായിരിക്കും ഇവിടെ. അല്ലേ? മോസ്റ്റ്ലി ഇവിടെ അവരേ ഉള്ളു. അവർക്ക് അടുത്തല്ലേ, ഫ്ലൈറ്റിലൊക്കെ അടുത്തല്ലേ, ഇവര് നെയ്ബർ കൺട്രി അല്ലേ, അയൽവാസികളാണ്. ഇവര് നമ്മൾ നല്ല ടൈപ്പ് ആട്ടോ. ഇവരുടെ യുവാൻ ഇവിടെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ആ കറൻസി ഇവിടെ എടുക്കാൻ പറ്റും. ആ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇരിക്കലായിരുന്നേ. ഇവിടെ ഇരിക്കില്ല എത്ര സമയം ഇരിക്കുമ്പോൾ പെട്ടെന്ന് പൈപ്പ് പോകണം. എല്ലാവരും എഴുന്നേറ്റ്, ആ പെങ്കൊച്ചുണ്ട്, എല്ലാവരും എഴുന്നേറ്റ്. ആ പെങ്കൊച്ചു പാവം നനഞ്ഞ് കുടിച്ച് എല്ലാവരും എഴുന്നേറ്റ് ഓടി. ഇനി നമുക്ക് വേഗം പുറത്തേക്ക് ഓടാവോ, അല്ലേതാ ഇത് കറങ്ങി വരുന്നുണ്ട്, വാ ഓടിക്കോ. ഞങ്ങൾ നടന്ന് ശീലിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തുക. അയ്യോ നല്ല വെള്ളം കേട്ടത്. ഓക്കെ. പിന്നെ ഇവിടെ റഷ്യയിൽ പബ്ലിക്കായിട്ട് നമുക്ക് ഉമ്മ വെക്കും ഒക്കെ ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പക്ഷെ നമുക്ക് വേറെ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ല ഉണ്ട്, പല കൺട്രീസിലും പബ്ലിക്കായിട്ട് പാർക്കുന്നൊക്കെ പല തെണ്ടിത്തരങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാർ അങ്ങനെ കഞ്ചാവ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ടൊന്നും ഇവിടെ നിന്ന് വിളിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഒരുപാട് ഇവർ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ഭയങ്കര കൾച്ചർ ഇവരെ, ഭയങ്കര സ്റ്റാൻഡേർഡ് കൾച്ചർ ഇവർ കേട്ടോ. അതേ ഒരു കുഞ്ഞു മോനെ നനയ്ക്കുന്നുണ്ടോ? ഇത് സാരിയൊക്കെ ഇട്ടിട്ട് ആരത് ലെഫ്റ്റ് സൈഡ്? അല്ലല്ല അല്ല, അത് ശ്രീലങ്കൻ സാരിയാണല്ലോ. ആ ഒരു ശ്രീലങ്കൻ ടച്ച് സാരി അത്. ഇതാണ് ഇത് വേൾഡ് വാറിൽ സെക്കൻഡ് വേൾഡ് വാർ മരിച്ചില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓർമ്മയായിട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ്. ഈ തീ ഒരിക്കലും അണയത്തില്ല. പിന്നെ ഇവിടെയാണ് മറ്റേ മെയ് 9 ആണ് ഇവരുടെ വിക്ടറി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആ സമയത്ത് പുള്ളി വന്ന് പുഷ്പചക്രം സമർപ്പിക്കുന്ന സ്ഥലമാണ്. രാജാവ്, പ്രസിഡന്റ്. ഓക്കെ, ഗാർഡ്സിനെ ചേഞ്ച് ചെയ്യലാണ്. അതാണ് നമ്മൾ കാണുന്നത്. അത്ര സമയം നിന്ന് കാലുവേനെടുത്ത ഗാർഡ് ഇപ്പം ചേഞ്ച് ആവും. ഈ ഗാർഡ്സിലേക്ക് പോകും. Два шага назад. മഴ പെയ്യട്ടെ, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതാ എത്ര എവിടെ റെന്റ് എത്ര? എന്നാ പിന്നെ എന്താ എക്സ്പെൻസീവ്? ഫുഡൊക്കെ ആവാ, ഞാൻ വാങ്ങിത്തരാം. കാർഡ് എടുക്കൂ, കടക്കാർ എടുക്കൂ. പിന്നെ ഇതിനൊരു ഹിസ്റ്ററിയും കൂടി ഉണ്ട്. എന്താ? ആ 2 ബിൽഡിങ്ങിന്റെ ആ 2 സ്ഥലം കണ്ടോ, ഡിഫറെന്റ് ആയിട്ടല്ലേ ചെയ്തേക്കുന്നത്. അതിന്റെ ആ
വിൻഡോയുടെ സ്ഥലം കണ്ടോ? ഓക്കെ. കാരണം ഇതിന്റെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ്റെ അടുത്ത് വന്നു. സ്റ്റാലിനെ എല്ലാവർക്കും പേടിയാണ് പൊതുവെ. സ്റ്റാലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആർക്കിടെക്ട് ചോദിച്ചു ഇത് രണ്ടിൽ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. പുള്ളി എന്തോ തിരക്കിലായിരുന്നു. പുള്ളി ഇവിടെ സൈൻ ചെയ്തു, അവിടെ സൈൻ ചെയ്തു. അപ്പോൾ മറ്റേ പുള്ളിക്ക് ഒന്നും ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത് ചോദിക്കേണ്ടതല്ലേ, പുള്ളിയോട് എന്താ ഏത് ഡിസൈനാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കേണ്ടതെന്ന് ചോദിക്കാൻ പറ്റാതെ ഇങ്ങനെ നിന്നിട്ട് പുള്ളി എന്താക്കി രണ്ട് രീതി. അതെ, നിങ്ങൾ ഇവിടെ രണ്ട് മിഡിലുള്ളത്. അതെ, അവിടെ നോക്കിയാൽ ഫുള്ള് സ്ക്വയർ വരുന്നുണ്ട്. ഇവിടെ നടുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും സ്റ്റാലിൻ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു. നമ്മൾ ഉള്ളിൽ കയറാണേ. ഡാൻസ് പരിപാടികൾ എടുക്കാൻ വേണ്ടി പോണത്. ഡാൻസ് കഴിഞ്ഞു കേട്ടോ, എല്ലാവരും പിരിയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവലിന് ഇന്ത്യ മോശം കൊടുക്കുന്നത്. കോമഡി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പേരല്ലോ കേട്ടോ. ഇന്ത്യക്കാർ ഒരു 4-5 പേര് മാക്സിമം, ബാക്കി മൊത്തം മേടിച്ച ആൾക്കാരാണ്. ഓക്കെ, പ്രായമായ അമ്മച്ചിമാർ മുതൽ ചെറുപ്പക്കാരുകൾ വരുന്നുണ്ട് കേട്ടോ. വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റിയുടെ, ഈ ഒരു നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ എവിടെയും പിച്ചക്കാരെ കാണാൻ പറ്റില്ല, തട്ടിപ്പുകാരെ കാണാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ടിഷ്യൂ വിറ്റിട്ടും പെന്ന് വിറ്റിട്ടും എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അഭയാർത്ഥികളായിട്ട് കൂടി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഇവിടുത്തെ ലോക്കൽസാണ്. എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ലൈഫ്, നല്ല വസ്ത്രധാരണം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്തിട്ടോ പഠിച്ചിട്ടോ നിങ്ങൾക്ക് സെറ്റിൽ ആവണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മോസ്കോയിലേക്ക് വിട്ടോ. ഞാൻ ഒരു കമ്പനീനെയും ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. കാരണം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇത്രയും സ്റ്റാൻഡേർഡല്ലേ, ഇത്രയും ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടുന്നത്, ഇത്രയും കൾച്ചറുള്ളൊരു സിറ്റി വേറെ ഇവിടെ ഇല്ല. നിങ്ങൾ യൂറോപ്പിലെ എത്ര വലിയ പട്ടണത്തിൽ നിങ്ങൾ പോയിക്കോ, അവിടെ നിങ്ങൾക്ക് ഇമിഗ്രൻസും കാര്യങ്ങളും ഇല്ലീഗൽ മൈഗ്രൻസും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ വന്നും ജീവിച്ച് നോക്കി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡാൻസ് കളിച്ച ചേച്ചിമാർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. റെഡ് സ്ക്വയറിനകത്തത് ഇതാണ് റഷ്യയിലെ മോസ്കോയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടെയാണ് എല്ലാവരും വരുന്നത്. ഇവിടെ വാഹനങ്ങളൊന്നും അലൗഡ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. നമ്മൾ കണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ അപ്പർ സൈഡ് നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അത് നേരെ കാണുന്നുണ്ടോ, അതാണ് മെയിൻ സംഭവം. ഈ കുട്ടിയുടെ കാര്യമായിട്ട് ഇരുന്നായിരുന്നിട്ട് പാവം എന്തിനാ മുത്ത കരുതുന്നത്? അത് പഞ്ചാബി ആണല്ലോ. ഇന്ത്യൻ ഫെസ്റ്റിവലിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ റഷ്യൻസാണിത്. ഇത് ഇന്ത്യക്കാരെ കിട്ടാതെ തൽക്കാലത്തേക്ക് ഇവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. നമ്മളതിന് തിരിച്ചു പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ടയർഡായി, പിന്നെ അത്യാവശ്യം കണ്ടന്റ് കിട്ടിയതാണ് എൻ്റെ വിചാരം. ഇപ്പോൾ റഷ്യയിൽ നിങ്ങൾ വരികയാണെങ്കിൽ മോസ്കോയിൽ റെഡ് സ്ക്വയർ മസ്റ്റായിട്ട് കാണണം. ഇവിടെ ചെറിയ റേറ്റേ ഉള്ളൂ, ചീപ്പാണ്. ഇതേ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴയാണ്, നല്ല രാവിലെ മഴ, ഞാൻ വരുമ്പോൾ മഴയായിരുന്നു, നല്ല വെയിൽ കിട്ടി, ഇപ്പോൾ പിന്നെയും മഴ വന്നു. ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാനേതായാലും ഒരു ഹാപ്പിനെസ് സിറ്റി ഇതിൻ്റെ പേര് ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മോസ്കോ. നമ്മൾ പുറമേ നമ്മൾ വാർത്തകളിലും അതുപോലെ ന്യൂസുകളിലും എന്ത് പറയുന്നില്ല നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലായി. ഇതൊരു അടിപൊളി കൺട്രിയാണ്. റഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ഞാൻ പറഞ്ഞ റഷ്യൻ ഗേൾസാണ് വരുന്നത്, പക്ഷെ അതല്ല, കൾച്ചറും അതും ഇതൊക്കെ സൂപ്പറാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ റഷ്യയിൽ വന്ന ഉടനെ കുറേ റഷ്യൻ ഗേൾസിനെ കൊണ്ട് കറങ്ങാൻ ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ തായ്ലൻഡിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ പോകുമ്പോൾ അവിടെ കാണുന്ന റഷ്യൻ ഗേൾസ് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. അവർ റഷ്യയുടെ നെയ്ബർ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ റഷ്യൻ എന്നുള്ള പേരിൽ വന്ന് ചെയ്യുന്ന പരിപാടികളായിരിക്കും. പക്ഷേ റഷ്യൻ ഗേൾസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അവർക്ക് ഇവിടെ ഒരു സംസ്കാരമുണ്ട്, അതൊരു അടിപൊളിയാണ്. അല്ലാതെ റോഡ് പോകുമ്പോൾ എല്ലാത്തിനും പിടിച്ചിട്ട് വണ്ടിയിലിട്ട് പോവുക അതൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ തെറ്റായ ധാരണകളാണ്. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാം, അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും, അടിപൊളിയായിട്ട് പോകാം. അപ്പോൾ താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് മൈ എന്താ പറയുക കമ്പാനിയൻ ആൻഡ് എ ടൂർ ഗൈഡ്. വിത്തൗട്ട് യു ഞാൻ ഇത്ര ദൂരം വരില്ലായിരുന്നു, ഞാൻ തെണ്ടി കിടന്നേ. ടൂർ ഗൈഡ് എന്നല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. 10-17 വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് എന്താ പറയുക എൻ്റെ കൂടെ വന്നു കേട്ടോ. എനിക്കൂടെ ലീവൊക്കെ എടുത്ത് വന്നതാണ്. ഇനി ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇത് മോസ്കോയുടെ സെന്ററാണ് ഈ കാണുന്നത്, ഈ പോയിന്റ്.
എന്നിട്ട് എല്ലാവരും ഒരു വിഷ് പറഞ്ഞിട്ട് മണി ജസ്റ്റ് കോയിൻ ഇടുക, ആ വിഷ് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് മോസ്കോയുടെ സെൻറ്റർ പോയിന്റ്. ഇതാണ് മോസ്കോയുടെ സെൻറ്റർ പോയിന്റ്. സോ മോസ്കോയുടെ സെൻറ്റർ പോയിന്റ് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല റഷ്യൻ വീഡിയോസ് വരാണ്ട്, അടിപൊളി വ്ളോഗ്സ് വേണം കേട്ടോ. അടുത്ത എപ്പിസോഡ് കാണാം.